ഞങ്ങൾ MGM മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെപ്രസെൻ്റ് ചെയ്താണ് നിങ്ങളെ കാണാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ ഗേവർഗീസ് യോഹന്നാനാണ് ഞങ്ങളുടെ ചെയർമാനും രക്ഷാധികാരിയും എല്ലാം. അദ്ദേഹം ഒമാനിൽ നിന്ന് രാവിലെ വന്നതാണ്. അദ്ദേഹം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം പുറത്താണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹത്തിനെല്ലാം വളരെ വ്യക്തിപരമായി നേതൃത്വം കൊടുക്കുന്നയാളാണ്. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്കൊരു ചെറിയ സ്വാഗതം ആശംസിക്കാനായി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സ്നേഹവന്ദനം. അപ്പോൾ ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 30 സ്കൂളുകളും കോളേജുകളുമായിട്ട് ഇപ്പോൾ കേരളത്തിൽ കണ്ണൂർ മുതൽ തെക്ക് ട്രിവാൻഡ്രം വരെ പരന്നു കിടക്കുന്ന ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ 30ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് 2 അവാർഡ് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള 2 പേർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ തുടരുന്നു. ഇത് 3ാമത്തെ വർഷം. അപ്പോൾ കോളേജ് ലെവലിലുള്ള ഒരാൾക്കും സ്കൂൾ ലെവലിലുള്ള ഒരാൾക്കും അങ്ങനെ 2 പേർക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ സെലക്ഷൻ നടന്നു. അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത്. ശ്രീനിവാസൻ സാറ് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. താങ്ക് യു ചെയർമാൻ. അദ്ദേഹം പറഞ്ഞല്ലോ, ഈ അവാർഡ് 2 അധ്യാപകർക്ക്, ഒന്ന് അക്കാഡമിക് ലെവലിൽ കോളേജ് ലെവലിലുള്ളതും ഒന്ന് സ്കൂൾ ലെവലിലുമുള്ള സർവേ ചെയ്യുന്ന വിദഗ്ധരായ അധ്യാപകരെയാണ് ക്ഷണിക്കുന്നത്. ഞങ്ങൾക്കൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. അതിൽ ഞങ്ങൾ 2 പേരും പ്രൊഫസർ ഗോപകുമാറും ഞാനും അതിൽ മെമ്പേഴ്സാണ്. ഡോക്ടർ സിറിയക് തോമസ് ആണ് ഞങ്ങളുടെ ചെയർമാൻ. ഗോപിനാഥ് ഈസ് അവർ സെക്രട്ടറി. So we are all here to tell you that a decision has been taken. അപ്പോൾ അതിൽ 2 പേരാണ്. ഒന്നാമത്തേത് കോളേജ് ലെവലിൽ പ്രൊഫസർ ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയിലുള്ള വളരെ പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റാണ് പ്രൊഫസർ BS മനോജ്. അദ്ദേഹത്തിനെയാണ് കോളേജ് ലെവലിൽ അക്കാഡമിക് ലെവലിലുള്ള ഒരു അധ്യാപകനായി അദ്ദേഹത്തിനെ ആദരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ആളുകൾ തന്നെത്താനെ അപ്ലൈ ചെയ്യുകയാണ്. ഞങ്ങൾ ക്ഷണിച്ചിരുന്നത് ഈ അധ്യാപകർക്ക് അപ്ലൈ ചെയ്യാം, അവരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞ്. എന്നിട്ട് കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റിയും അതിൻ്റെ ഒരു സബ് കമ്മിറ്റിയും ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ സിലക്ഷൻ നടത്തിയത്. അപ്പോൾ ആദ്യത്തെ അവാർഡ് പ്രൊഫസർ BS മനോജിനാണ്. അതൊരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, സ്പേസ് ടെക്നോളജി. നമ്മുടെ സ്പേസ് സയൻറ്റിസ്റ്റൊക്കെ അവിടെ നിന്നാണ് വളർന്നിരിക്കുന്നത്. ISRO ചെയർമാൻ അങ്ങനെയുള്ള അദ്ദേഹം. അപ്പോൾ അതുപോലൊരു പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ് പ്രൊഫസർ BS മനോജ്. രണ്ടാമത്തേത് സ്കൂൾ ലെവലിലുള്ള ഒരു അധ്യാപകനാണ്, ശ്രീ PA സജിമോൻ. അദ്ദേഹം കൊട്ടാരക്കര വെണ്ടാർ ശ്രീവിദ്യാരാജ മെമ്മോറിയൽ മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കോമേഴ്സ് അധ്യാപകനാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ആപ്ലിക്കേഷൻ ഞങ്ങൾ പരിശോധിച്ചു. അതുകൊണ്ട് വളരെ ധാരാളമാണ്. മറ്റുള്ളവരും അയച്ചിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ള 2 പേരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർത്തമാനം അറിയിക്കാനാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഡോക്ടർ ഗോപകുമാർ വിൽ സേ സം മോർ വേർഡ്സ് അബൌട്ട് ദി സെലക്ഷൻ പ്രോസസ്. ഈ ഗുരുരത്ന അവാർഡ് 3ാമത്തെ വർഷത്താണിത് നടക്കുന്നത്. 2023 പ്രൊഫസർ അച്യുത് ശങ്കറിനും പ്രൊഫസർ അമൃത് കുമാറിനുമാണ്
ആദ്യത്തെ 2 അവാർഡ് ചെയ്തത്. അന്ന് നമുക്ക് സ്കൂളിൽ നിന്ന് സഫിഷ്യൻ്റ് ആൾക്കാർ കിട്ടാത്തതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെ രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച 2 പേർക്കും കൊടുത്തു. അച്യുത് ശങ്കറും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഡോക്ടർ അമൃത് കുമാറിന്. കഴിഞ്ഞ വർഷം ഡോക്ടർ ജോർജ് തോമസ്, ഡോക്ടർ ജേക്കബ് മണ്ണമ്മൂട്, ഈ 2 പേർക്കായിരുന്നു. ഒരാൾ കോളേജിൽ നിന്നും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്നും, ഒരാൾ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്തവണ അങ്ങനെ തന്നെ 108 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ BS മനോജ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി വലിയമലയിലുള്ള സ്ഥാപനത്തിലെ ഏവിയേഷണൽ സെക്ടറിലെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏവിയോണിക്സിൻ്റെ പ്രൊഫസറാണ്. അദ്ദേഹം അതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഡീനായിരുന്നു. വലിയ നിലയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫസറാണ് ഡോക്ടർ BS മനോജ്. ഹയർ സെക്കൻഡറി ലെവലിൽ കോമേഴ്സിലെ അധ്യാപകൻ കൊട്ടാരക്കരയുള്ള ശ്രീ വിദ്യാരാജ സ്കൂളിലെ ഡോക്ടർ PA സജിമോനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമെങ്കിൽ ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ഇതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് ഉണ്ടാകും. കഴിഞ്ഞ തവണ തൃപ്പൂണിത്തുറ എറണാകുളത്ത് വെച്ചായിരുന്നു നടത്തിയത്. ആദ്യത്തെ തവണ തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തിയത്. ഇത്തവണ അതെവിടെയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഒരു പക്ഷേ ഉപരാഷ്ട്രപതിയോ അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരാരെങ്കിലും ക്ഷണിച്ചാണ് ഈ അവാർഡ് ദാനം കൊടുക്കുന്നത്. അപ്പോൾ ഗുരുരത്ന അവാർഡ് MGM സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ്. അതിപ്പോൾ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനോ സ്കൂളിനെ കുറിച്ച് വല്ലതും ചോദിക്കാനാണെങ്കിൽ സ്കൂളിൻ്റെ ചെയർമാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയും. ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. സെലക്ഷൻ ബോർഡിൽ അത് ഇരുന്ന ആൾക്കാരൊക്കെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ കഴിഞ്ഞ എല്ലാവരും കമ്മിറ്റിയിൽ വന്നു എന്നുള്ളതാണ്. അതെ, ഡോക്ടർ സുരേഖ് തോമസ് ആണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. അദ്ദേഹമായിരുന്നു ഈ അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാൻ. അംബാസഡർ TP ശ്രീനിവാസൻ, ജസ്റ്റിസ് റിട്ടയർഡ് എബ്രഹാം മാത്യു, IPS ജേക്കബ് പുനൂസ്, പിന്നെ പഴയ DGP KT ചാക്കോ, പഴയ IAS അദ്ദേഹമുണ്ട്. പിന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കുഞ്ചറിയ, പിന്നെ ഞാൻ, ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റി. ഗോപിനാഥ് സെക്രട്ടറിയാണ്. ഈ കമ്മിറ്റിയാണ് സെലക്ഷൻ നടത്തിയത്. നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റും ഇല്ല. വളരെ മെറിറ്റോറിയസ് ആയ 2 പേരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ആ നിലയ്ക്ക് കണ്ടെത്തിയ അവാർഡാണ് ഇത്. 1 ലക്ഷം രൂപയാണ് അവാർഡ്. ഓരോരുത്തർക്കും 1 ലക്ഷം രൂപയും പിന്നെ മെമൻറ്റോയും ബാക്കി സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുക്കുന്ന ഒരു അവാർഡ്. ഒരുപക്ഷെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് MGM എന്നുള്ളത് കൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കും. 150-300 കുട്ടികളെ ഒരു വർഷം ഞങ്ങൾ ഒരു ഫീസും വാങ്ങിക്കാതെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് മമ്മൂട്ടി ചെയർമാനായിരിക്കുന്ന കെയർ ആൻഡ് ഷെയർ എന്ന പ്രസ്ഥാനത്തിൽ കൂടി വിദ്യാമൃതം എന്ന ഒരു പദ്ധതി മുഖാന്തരം ഒരു വർഷം സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് ഏകദേശം 300 കുട്ടികളെ ഞങ്ങൾ നിവൃത്തിയില്ലാത്തവരെ, പ്രയാസം അനുഭവിക്കുന്നവരെ, കുടുംബത്തിൽ സാമ്പത്തിക പ്രയാസമുള്ളവരെ, അങ്ങനെ കുട്ടികളെ തിരഞ്ഞെടുത്ത് 100-300 കുട്ടികളെ ഞങ്ങൾ ഒന്നും വാങ്ങിക്കാതെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു പ്രത്യേകത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞങ്ങൾ നടത്തുന്നതോടൊപ്പം ഇതുപോലുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലുള്ള നന്മ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാൻ ഒക്കുന്ന ഒരു കാര്യം, 1994 ഞങ്ങൾ ആദ്യം ഈ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് നോ ഡൊണേഷൻ നോ ക്യാപിറ്റേഷൻ എഴുതി വെച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഫീസല്ലാതെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അത് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നായിട്ടായാലും കുട്ടികളുടെ കയ്യിട്ടായാലും. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ എന്ത് പറഞ്ഞിട്ടായാലും 1 രൂപ പോലും ഞങ്ങൾ ഫീസല്ലാതെ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്തൊരു പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. കാര്യം കേരളത്തിൽ ഇങ്ങനെ മറ്റ് ഇനത്തിൽ പൈസ വാങ്ങിക്കാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നടക്കാൻ ഒക്കുന്ന പ്രയാസത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ കുറേ ആൾക്കാർ വെളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. വെളിയിൽ ഓരോ ബിസിനസ്സും മറ്റുള്ള കാര്യവും ചെയ്യുന്നത്. അതിൻ്റെ വരുമാനം കൊണ്ട് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നടക്കുന്നു എന്ന് തന്നെ പറയാം. കാര്യം ഒരു
സ്കൂൾ തുടങ്ങിയിട്ട് വേറൊരു സ്കൂൾ അതിൻ്റെ ലാഭം കൊണ്ടൊരു വേറൊരു സ്കൂള് തുടങ്ങുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഒരു കോളേജ് തുടങ്ങിയിട്ട് അതിൻ്റെ ലാഭം കൊണ്ട് വേറൊരു കോളേജ് തുടങ്ങി എന്ന് നമുക്ക് പറയാൻ കേരളത്തിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇരിക്കെ 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അത് വെളിയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന സാമ്പത്തികമാണെന്ന് നമുക്ക് സത്യമായിട്ടും പറയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ യോഗ്യരായ കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനവും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് റെക്കോർഡിനകത്ത് സത്യത്തിൽ 28 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത 25-26 അധ്യയന വർഷത്തിൽ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂഷനൂടെ കൂട്ടി ഞങ്ങൾ 30 ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ടേക്ക് ഓവറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത് കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ അല്ല സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവരെയും കൊണ്ട് ഇത് നടത്തിക്കൊണ്ടു പോകാൻ സാധ്യതയില്ല, പ്രയാസമാണ്. ഫീസ് പിന്നെ അവർക്ക് പിന്നെ സാലറി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അത് പൂട്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും അത് പിന്നെ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ഇതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം 30 എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസം.